രാത്രിത്തേക്ക് ചോറിന് കറിയൊന്നുമില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഉണക്ക ചെമ്മീൻ രസമാണല്ലോ, എന്നാൽ ഉണക്ക ചെമ്മീൻ കൊണ്ട് ഒരു ഉള്ളി മുളകും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല ഉണക്ക ചെമ്മീൻ, ചെറിയ ഉണക്ക ചെമ്മീനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞിട്ട് ക്ലീനാക്കി വെച്ചതാണ്. ഒരു പാൻ ഞാൻ വെച്ചിട്ട് ആ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചെമ്മീൻ അതിനകത്തോട്ടിട്ട്, അത് ഉണക്ക ചെമ്മീൻ അതിനുള്ളിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അതായത് കരിഞ്ഞു പോകരുത്, ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ചുമന്നൊക്കെ വരും, തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് വേണം ഇത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് നമുക്കതിലോട്ട് ഇത് മാറ്റാം. സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, അതായത് കുഞ്ഞുള്ളി, സവോള ഇടാറില്ല, കുഞ്ഞുള്ളിയാണ് ഇടാറുള്ളത്. കുഞ്ഞുള്ളി സെയിം എണ്ണയിൽ കുഞ്ഞുള്ളി ഇട്ടതിന് ശേഷം ആ കുഞ്ഞുള്ളി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം ഉള്ളി, ആ പച്ചപ്പൊന്ന് മാറി വരണം. നല്ലോണം സോൾട്ട് ചെയ്ത് കൊടുക്കുക, അടിയിൽ പിടിക്കാൻ നോക്കുക. നമ്മുടെ ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് മീഡിയത്തിൽ വെച്ചാൽ മതി. നല്ലോണം ഒന്നാക്കിയതിന് ശേഷം എന്ത് ചെയ്യും, നമ്മളിതിൽ ചേർക്കുന്നത് ചതച്ച മുളകാണ്, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കില്ല കേട്ടോ. ഉള്ളിയും ചതച്ച മുളകും മാത്രമേ ഇതിൽ ചേർക്കുള്ളൂ. ഒരു 1.5 സ്പൂൺ ചതച്ച മുളക് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. അത് ആ ചതച്ച മുളകിൻ്റെ ആ മണം, പച്ചറവും മണവും ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനല്ലേ അത് ഇതിലോട്ടിടും. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആവണം. ഒരു മിനിറ്റ് ആ തീയിൽ തന്നെ കിടന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കും. എന്നിട്ട് ലാസ്റ്റ് ഒരു ഇത്തിരി ഉപ്പ് അതിൻ്റെ പൊക്കത്ത് ഞാൻ തൂക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എത്ര വേണേലും ചോറ് കഴിക്കാം, വേറെ കറിയൊന്നും വേണ്ട, അത്രയും ടേസ്റ്റാണ്. രസത്തിൻ്റെ കൂടെ ഇത് ഭയങ്കര കോമ്പിനേഷനാണ്. എരിവില്ലാത്ത കറി വെക്കുമ്പോൾ ഇതും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.